എതിരാളികളെ കൊണ്ടുപോലും കൈയടിപ്പിച്ച ഫുട്ബോൾ ലോകത്തെ ഒരേ ഒരു താരം. എപ്പോഴും ചിരിക്കുന്ന ആ മുഖത്തിന് പിന്നിൽ കഠിനമായ ദാരിദ്ര്യത്തിന്റെയും കണ്ണീരിന്റെയും വലിയൊരു കഥയുണ്ട്. 1980 ബ്രസീലിലെ ഒരു സാധാരണ ചേരിയിലാണ് റൊണാൾഡോ ഡിയാസിസ് മൊറേറ എന്ന റൊണാൾഡിനോ ജനിക്കുന്നത്. അച്ഛൻ ഒരു കപ്പൽശാലയിലെ തൊഴിലാളിയും അമ്മ നേഴ്സുമായിരുന്നു. തെരുവിൽ ദിവസവും മണിക്കൂറുകളോളം അവൻ പന്തുമായി പരിശീലിച്ചു. കളിക്കാൻ കൂട്ടുകാരില്ലാത്തപ്പോൾ സ്വന്തം വളർത്തുനായ്ക്കുട്ടിയെ ഡിഫൻഡറാക്കി നിർത്തിയായിരുന്നു അവൻ ഡ്രിബിളിംഗ് പഠിച്ചത്. ഫുട്ബോൾ കളിക്കാൻ ഒരു നല്ല പന്ത് വാങ്ങാൻ പോലും പണമില്ലാത്തതുകൊണ്ട് തുണികൾ ചുരുട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പന്തുമായാണ് അവൻ തെരുവിൽ കളിച്ചു നടന്നത്. അങ്ങനെയിരിക്കെ തന്റെ 13-ാം വയസ്സിൽ അവൻ ആദ്യമായി ഒരു പ്രാദേശിക മത്സരം കളിച്ചു. വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് സംഭവിച്ചത്. ആ മത്സരത്തിൽ റൊണാൾഡീനിയോയുടെ ടീം 23 ഗോളുകൾക്ക് വിജയിച്ചു. പിന്നീട് അങ്ങോട്ട് റൊണാൾഡീനിയോയുടെ വസന്തകാലമായിരുന്നു. ഫ്രഞ്ച് ക്ലബായ PSG-യിലൂടെ യൂറോപ്പിലെത്തിയ അവൻ പിന്നീട് ബാഴ്സലോണയിലേക്ക് മാറി. നോലുക് പാസുകളും ഇലാസ്റ്റിക്കോയും കൊണ്ട് അവൻ ഡിഫൻഡർമാരെ കാറ്റിൽ പറത്തി. 2002 ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്ത താരം 2005 ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൺ ഡിയോർ പുരസ്കാരം സ്വന്തമാക്കി. റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണബ്യൂവിൽ റൊണാൾഡീനോ ഗോൾ അടിച്ചപ്പോൾ എതിർ ടീമിന്റെ ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റൊരു താരത്തിനും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. ദാരിദ്ര്യത്തിന്റെ കറുത്ത തെരുവുകളിൽ നിന്നും വേൾഡ് കപ്പും ബാലൺ ഡിയോറും വരെ സ്വന്തമാക്കി റൊണാൾഡീനിയോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: പ്രതിഭയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകം നിങ്ങളുടെ കാൽ കീഴിലാകും.